Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയല്ലോ. മനോഹരമായ ഒരു പകൽ. കർത്താവിനെ ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഈ പകൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് സർവകൃപാലുവായ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എത്രയോ പ്രിയപ്പെട്ടവർ ആഗ്രഹിച്ചു, എന്നാൽ കിടന്ന പായിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതായപ്പോൾ, ആക്സിഡന്റിൽ പലരും തകർന്നു പോയപ്പോൾ, ആമേൻ, പലരും കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുമ്പോൾ, ആമേൻ, അതെ, കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവം അതെ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായി കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എത്രയോ തലമുറകളാണ് ആമേൻ വഷളത്വം പ്രബലപ്പെട്ട ലോകത്ത് മാതാപിതാക്കളെ അനുസരിക്കാതെ ആമേൻ അതെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ബാലികാ ബാലന്മാർ, യൗവനക്കാർ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ, ആമേൻ, അതെ, ഭാര്യമാർ ഭർത്താക്കന്മാരെ കീഴ്പ്പെടാതെ അനുസരിക്കാതെ തന്നിഷ്ടത്തിൽ ഇറങ്ങിപ്പോകുന്നവര്, ആമേൻ, മക്കളുള്ള ഭാര്യമാർ, ആമേൻ, ഈ ദിവസങ്ങളിൽ മീഡിയയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്ലെ, ആമേൻ, അതെ, തന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞ, ആമേൻ, അതെ, പുരുഷന്മാരുടെ കൂടെ, ആമേൻ, മക്കളുള്ള സ്ത്രീകൾ ഇറങ്ങിപ്പോകുന്നു. ആമേൻ, അതെ, മക്കളെ ഉപേക്ഷിച്ച്, ആമേൻ, 24 വയസ്സ് പ്രായമുള്ള, ആമേൻ, അതെ, സ്ത്രീ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭർത്താവിന്റെ കൂട്ടുകാരന്റെ അപ്പന്റെ കൂടെ 56 വയസ്സുള്ള, ആമേൻ, വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അതെ, പോലീസ് പിടിക്കുന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് അല്ലെ. ആമേൻ, അതെ, പഴയ നിയമ ഭക്തന്മാരുടെ കാലഘട്ടങ്ങളിൽ സോദോമിൽ, ആമേൻ, ഉണ്ടായിരുന്ന ആ ലൈംഗിക അരാജകത്വം പോലെ, ആമേൻ, പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ ഇടയാകാത്ത വിധത്തിൽ അനേകരുടെ ഹൃദയത്തെ ദുഷ്ടപിശാച്, ആമേൻ, കുരുടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ അതേ ഹൃദയം കൊണ്ട് സ്വീകരിപ്പാൻ ഇടയായി തീരേണ്ടതിന്, ആമേൻ, അവിടെവിടങ്ങളിൽ, ആമേൻ, പ്രാർത്ഥിക്കുന്നവർ നിമിത്തം, ആമേൻ, ദൈവവചനം പ്രസംഗിക്കുന്നവർ നിമിത്തം ഈ അന്ത്യകാലത്ത് അനേകര് ദൈവസഭയുടെ അംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ, ഇന്ന് രാത്രിയിലും ഈ മീഡിയയിലൂടെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ വിളിച്ചു പറയുന്നത് ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടാൻ വേണ്ടിയാ. ആമേൻ, ആമേൻ, അതേ ലോകത്ത്, ആമേൻ, വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, കർത്താവിന്റെ വരവിന് മുമ്പ് ലോകത്തിന്റെ അറ്റത്തോളം ഈ സത്യസുവിശേഷം എത്തിക്കുവാൻ, ആമേൻ, വിശ്വസ്തരെ നെണ്ണി ഈ വേലയ്ക്ക് ആക്കി വെച്ചിരിക്കുന്ന ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം ഇന്ന് രാത്രിയിലും ഈ സത്യസുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ആമേൻ, ഇതിനോട് പങ്കാളിത്തം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. ആമേൻ, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാ. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ ഗ്രഹിക്കേണ്ടതിന് ചില കണ്ണുകൾ, ഹൃദയ കണ്ണുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. ആമേൻ, ചില പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ദിനംതോറും, ആമേൻ, അതെ, ശുശ്രൂഷിക്കുന്ന ദൈവവചനം അനേകർക്ക് ആശ്വാസം, അനേകർക്ക് അനുഗ്രഹം, അനേകർക്ക് വിടുതൽ, ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകേണ്ടതിനായി കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രി സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ എങ്ങനെ വാഴ്ത്തുന്നു. ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അനേകര് അത് ഇരുളിന്റെ മറവില് പാപം ചെയ്ത് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൻ പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയാതെ പാപം ചെയ്ത് മറഞ്ഞ്
ഇന്ന് രാത്രിയിലും അങ്ങയുടെ വരവ് താമസിച്ചത് കൊണ്ട് ആമേൻ, ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ആമേൻ ലഭിച്ച സന്തോഷം, ഞങ്ങൾക്ക് ലഭിച്ച ആമേൻ സൗഭാഗ്യം ഞങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് ഞങ്ങളിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ വിശ്വസ്തനെന്ന് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യവുമായി ഈ ലൈവിലൂടെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ആമേൻ, ഈ വചനം കേൾക്കുന്ന ആമേൻ, ഈ വചനത്തിന്റെ പരിധിയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലൂടെ കർത്താവെ അനേകര് വിടുവിക്കപ്പെടുവാൻ, സൗഖ്യമാകുവാൻ, ദൈവപുത്രന യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗികൾ സൗഖ്യമാകണം, പാപികൾ മനം തിരിയണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം. ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ ആരും നശിച്ചു പോകുവാൻ ഇടയാകരുത് കർത്താവേ. ആത്മഭാരമുള്ളവരായി ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന കർത്താവെ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആ രക്ഷയുടെ സന്തോഷത്തെ ദുഷ്ടൻ അപകരിച്ചിട്ട് ആമേൻ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടവരായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആ രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഒരിക്കൽ കൂടെ ദൈവം അവരോട് കരുണ കാണിക്കണമേ, മനസ്സരിയണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട്, ജനത്തെ അവിടുന്ന് ഒരുക്കിയാട്ട്, മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ അക്കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്, സ്തോത്രം, സ്തോത്രം, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. കർത്താവിനെ എപ്പോഴും സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. പലപ്പോഴും സന്തോഷിക്കുവാൻ കഴിയാതെ പലരും ആയിരിക്കുകയാണ്. കാരണം എന്താ? ജീവിച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ. ആമേൻ. ജീവിതം കൊണ്ട് ഒരു കാര്യമില്ല. ജീവിച്ചിരുന്നിട്ട് ആർക്കും ഒരു ഉപകാരവുമില്ല, ആർക്കും ഒരു പ്രയോജനമില്ല. നട്ടപ്പത് ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. ഹല്ലേലൂയ. ആമേൻ. ഒരു ആമേൻ പ്രയോജനമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. ദൈവമക്കളെ, ആമേൻ, ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുവാനാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്. ഇവിടെ ജ്ഞാനികളായിട്ട് ആരും ജനിച്ചിട്ടില്ല, കഴിവുള്ളവരായിട്ട് ആരുമില്ല, പ്രാപ്തിയുള്ളവരായിട്ട് ആരുമില്ല. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ സകല ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കത്ര വേണ്ടത്. അവൻ അലസന്മാരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം വിളിച്ചത് അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. കുഞ്ഞുങ്ങളാണെങ്കിൽ വീട്ടിൽ അടിച്ചു വാരേണ്ട ഡ്യൂട്ടി. ആമേൻ. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ വളരുമ്പോ അവര് രാവിലെ എഴുന്നേറ്റ് വീട് അടിച്ചു വാരി പാത്രം കഴുകി, ആമേൻ, അതെ, അവർ വളരുന്നതിനനുസരിച്ച് അവര് ചെല്ലേണ്ട വീട്ടിൽ ആമേൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കണം. ആമേൻ. അതെ, ആൺകുട്ടികളായ ഹല്ലേലൂയ, ആൺകുട്ടികൾ ബാല്യത്തിൽ ചെയ്ത് ശീലിക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് ശീലിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, അമ്മയായ ഉത്തരവാദിത്വം കൂടി, ആമേൻ, ഭാര്യയായ ഉത്തരവാദിത്വം കൂടി, ഭർത്താവായ ഉത്തരവാദിത്വം കൂടി, ആമേൻ, അതിനപ്പുറത്തേക്ക് ഒരു ജോലി, ആമേൻ, അതെ, ഒരു ഉദ്യോഗസ്ഥനായ, ഒരു ശുശ്രൂഷകനായ, ആമേൻ, ഒരു ദേശത്തിന്റെ അധിപതിയായ, ആമേൻ, ഒരു സ്ഥാപനത്തിന്റെ അധിപതിയായ, ആമേൻ, ഉത്തരവാദിത്വങ്ങൾ കൂടി. പ്രിയമുള്ളവരെ, അലസന്മാരായി, മടിയന്മാരായി, പ്രാർത്ഥിക്കാതെ, ആരാധിക്കാതെ, ദൈവവചനം ധ്യാനിക്കാതെ, കേവലം എഴുന്നേറ്റ് ആമേൻ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, ദേഹശുദ്ധി വരുത്തി, ഇതൊരു ജോലിയായി കണ്ട് കഴിയുന്നവരുണ്ട്. ഒരിക്കലും അത് ജോലിയല്ല, അത് അവനവന്റെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെങ്കിലും ഉത്തരവാദിത്വം തിരിച്ചറിയാതെ അലസന്മാരായി, മടിയന്മാരായി ജീവിക്കുന്നുവെങ്കിൽ ആമേൻ, അതെ, ഒന്ന് കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടതുപോലെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ബുദ്ധി, ദൈവം നിനക്ക് തന്നിരിക്കുന്ന കഴിവ്, ദൈവം നിനക്ക് തന്നിരിക്കുന്ന അവസരം നീയായിട്ട് നഷ്ടപ്പെടുത്തിയ, ഹല്ലേലൂയ, നീ ലജ്ജിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ആമേൻ ചുവടുവെച്ച് അതെ നീ ലജ്ജിക്കാതെ കണ്ട് മുമ്പോട്ട് പോകുവാൻ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന സർവ്വ കൃപാലുവായ ദൈവത്തിന് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ,
ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ താഴരുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല, ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റെല്ലാടിച്ചിടിലും എന്റെ ഉള്ളം കാലങ്ങിടിലും, പ്രതികൂല കാറ്റെല്ലാടിച്ചിടിലും എന്റെ ഉള്ളം കാലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിയിടിലും, ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിയിടിലും. അമേ ഇല്ല ഇല്ല ഞാൻ താഴരുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറ്റോരും ഉടയോരും തള്ളിക്കളയാത്ത ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നാം തകർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ അനുവദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കഷ്ടതയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മെ മുമ്പോട്ട് നയിപ്പാൻ ശക്തനായി ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവർ ഇന്ന് രാത്രി അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ
ഹല്ലേലൂയ പറഞ്ഞാട്ട് ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും ആമേൻ, അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ഹൃദയങ്ങളെ അറിയുന്ന വലിയവനായ ദൈവം ആമേൻ നിങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ് ഹല്ലേലൂയ നിങ്ങളോട് സംസാരിപ്പാനും നിങ്ങളോട് ഇടപെടുവാനും തക്കവണ്ണം ഇടയായി തീരും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. നിങ്ങൾക്ക് ദൈവം ആരാണ്? ഹല്ലേലൂയ. ആരാണ് ദൈവം? ഹു ഈസ് ഗോഡ്? ആമേൻ. ആരാ ദൈവം? ഹല്ലേലൂയ. ആമേൻ. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം ആരാ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഒരു കൂട്ടുകാരനെ പോലെ, ഹല്ലേലൂയ, ഒരു മാതാവിനെ പോലെ, ഒരു അമ്മയെ പോലെ, ഒരു സഹോദരനെ പോലെ ആരാണ് ദൈവം? ഹല്ലേലൂയ. ഇന്ന് രാത്രി ശാന്തമായ അന്തരീക്ഷത്തിൽ ആമേൻ നമുക്ക് ശ്രമിക്കാം. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 84:11 ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അനേകരുടെ നന്മ മുടങ്ങിക്കിടക്കുമ്പോൾ, അനേകരുടെ നന്മ ശത്രു അപകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവ പൈതലേ ആമേൻ, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. ഹല്ലേലൂയ. യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുഭവത്തിൽ നിന്നുകൊണ്ട് ഭക്തൻ എഴുതിയ വരികൾ നാം വായിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ, ദൈവ പൈതലേ, നിന്റെ നന്മയെ നാളുകളായി അത് മുടക്കിക്കളയുന്ന, നിന്റെ നന്മയെ നാളുകളായി അപകരിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുവിനെ കാണുവാൻ അത് സൂര്യനായി വെളിപ്പെടുന്ന, എന്ന് പറഞ്ഞ സൂര്യൻ ദൈവമല്ല കേട്ടോ. ആമേൻ. സൂര്യഭഗവാൻ എന്നും പറഞ്ഞ നാളെ ആമേൻ അത് പാസ്റ്റർ അല്ലെങ്കിൽ ആമേൻ പ്രാസംഗികൾ ദുരുപദേശം പറഞ്ഞെന്നും പറയരുത്. ആമേൻ. സൂര്യ ഭഗവാനെ കുറിച്ചല്ല പറയുന്നത്. ആമേൻ. സൂര്യനെ സൃഷ്ടിച്ച ദൈവം ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആമേൻ എല്ലാം വ്യക്തമായി കാണുവാൻ വലിയ പ്രകാശത്തെ ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതേ അലങ്കാരിക പദത്തിൽ ആമേൻ ഒരു സൂര്യന്റെ വെളിച്ചം ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ പ്രകാശിപ്പിക്കുവാൻ ശക്തനായ ദൈവമത്രേ യഹോവയായ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അതേ ഗുസ്തി കൂടുമ്പോ ആമേൻ അതേ എതിർ വ്യക്തികൾ അമ്പ് വാള് ശരീരത്തിൽ പതിക്കാതിരിക്കുവാൻ പരിചപിടിക്കുന്നത് പോലെ ആമേൻ ശത്രു എഴുതുവിടുന്ന അമ്പ് ആമേൻ ഒരു ദൈവ പൈതലിന്റെ ദേഹത്ത് പതിക്കുവാൻ ഇടയാകാത്ത വിധത്തിൽ പരിചയായി വെളിപ്പെടുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഓ ആമേൻ. രചിതാവ് അല്ലെങ്കിൽ ആമേൻ അതേ ദൈവഭക്തൻ ആലങ്കാരികമായി ദൈവാത്മാവ് കൊടുത്ത വരികൾ എഴുതിയപ്പോൾ ഹല്ലേലൂയ പരിചയെന്നും സൂര്യനെന്നും ആമേൻ എഴുതിയിരിക്കുന്നത് കൊണ്ട് പരിചയ ദൈവമാണെന്നോ സൂര്യൻ ദൈവമാണെന്നോ അർത്ഥമില്ല. ഹല്ലേലൂയ. അതെ സൂര്യൻ എന്തിനാണ്? അതെ വെളിച്ചത്തിന് വെളിച്ചത്തിന് മാത്രമല്ല, പ്രകൃതിയുടെ നിലനിൽപ്പിന് സൂര്യൻ ആവശ്യമാ. നാം ശ്വസിക്കുന്ന ഓക്സിജൻ അതെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അതെ സസ്യാദികൾക്ക് ആഹാരം പാകം ചെയ്യണമെങ്കിൽ സൂര്യന്റെ വെളിച്ചം ആവശ്യമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ ഓക്സിജൻ ലഭിക്കത്തില്ല. ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അത് തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആമേൻ നമുക്ക് വേണ്ടി ദിവസവും സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവം ഹല്ലേലൂയ അതെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആമേൻ നമുക്ക് വ്യക്തമായി എല്ലാവരെയും മനസ്സിലാക്കി ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ആമേൻ കഴിവ് കുറഞ്ഞവളാണെങ്കിൽ അവൾക്ക് കഴിവ് കൊടുക്കുവാൻ കഴിയുന്ന ദൈവത്തെ അവൾ മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറായാൽ അവള് കഴിവുള്ളവളായി മാറും. ഹല്ലേലൂയ. ഉണ്ടായ തലമുറ കഴിവ് കെട്ടവരായെങ്കിൽ ആമേൻ അവർക്ക് കഴിവ് കൊടുക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞ് ജീവിക്കാൻ തയ്യാറായാൽ അവർ കഴിവുള്ളവരായി മാറും. ഹല്ലേലൂയ. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അത് കഴിവുള്ളവരായി മാറുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അവർക്ക് ബുദ്ധി കൊടുക്കുന്ന, അവർക്ക് ജ്ഞാനം കൊടുക്കുന്ന, അവർക്ക് അറിവ് കൊടുക്കുന്ന ദൈവത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കാൻ ആരും ശ്രമിക്കരുത്. അതെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് അതെ മുൻപോട്ട് കൊണ്ടുവരുവാൻ മോശയെ ദൈവം
ദൈവം തെരഞ്ഞെടുത്തപ്പോൾ മോശ പറഞ്ഞു, എനിക്ക് വിക്കാണ്, എനിക്ക് തടിച്ച നാവാണ്, എനിക്ക് ആമേൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആകാൻ നോക്കിയപ്പോ, ഒഴിവുകഴിവ് പറഞ്ഞപ്പോ സർവശക്തനായ ദൈവം വിട്ടില്ല. അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗ്ഗം അവനെ കണ്ടതുകൊണ്ട് അവന്റെ നാവോട് കൂടെ ഇരുന്ന് അവനെ യോദ്ധാവായി, അവനെ ശക്തനായി ഇസ്രായേൽ ജനത്തിന് നേതാവാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ സമർപ്പണമുള്ള വ്യക്തികളാണോ ഇന്ന് രാത്രി നിന്റെ കഴിവുകളെ ദൈവം കണ്ട് മാറ്റി നിർത്തത്തില്ല. ലോകം കഴിവില്ലാത്തവനെ മാറ്റി നിർത്തും. SLC ഫെയിലായവനെ, ആമേൻ 8ാം ക്ലാസ് വരെ പഠിച്ചവനെ, അല്ലെങ്കിൽ SLC എഴുതി തോറ്റുപോയവനെ, ആമേൻ അതെ കമ്പനിക്ക് വേണ്ട, ആമേൻ അതെ റിക്രൂട്ട്മെന്റിന് വേണ്ടി അവരെ എടുക്കത്തില്ല. ആമേൻ അതെ കഴിവുള്ളവനെയാണ് ആമേൻ ലോകത്തിന് വേണ്ടത്. ആമേൻ അത് കഴിവില്ലാത്തവനെ ലോകം മാറ്റി നിർത്തുമ്പോൾ കഴിവ് കെട്ടവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവനല്ല ദൈവം. പക്ഷെ ഉത്സാഹം വേണം, ആഗ്രഹം വേണം, അധ്വാനം വേണം. ഹല്ലേലൂയ. അധ്വാനശീലിയായിരിക്കണം. ഹല്ലേലൂയ. ഉറങ്ങി ആമേൻ അതെ സമയം ക്കുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആമേൻ അതെ കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്, തിന്നാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി കഴിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം ആമേൻ അതെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന മിഷ്ടാന ഭോജനമായതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ആത്മാവിന്റെ ആമേൻ അതെ നിലനിൽപ്പിന് വേണ്ടി, നിന്റെ അകത്തെ മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ വചനം ഭക്ഷിക്കണം. ആമേൻ. നീ ഈ വചനം വായിക്കുന്നത് പ്രസംഗിച്ച് കാശുണ്ടാക്കാനാകരുത്. ആമേൻ. പ്രസംഗിച്ച് നീ പേരെടുക്കാനാകരുത്. ആമേൻ. ഈ വചനം നീ വായിക്കും തോറും നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. ആത്മാവിൽ ബലപ്പെട്ട് നീ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഭൂമിയുടെ അറ്റത്തോളം എത്തപ്പെടുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഉതകുന്ന ഒരു ബലമുള്ളവനായി, ശക്തിയുള്ളവനായി ആത്മീയ മനുഷ്യൻ ശക്തിപ്പെട്ട് ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണമിടയാകണം. ഇന്ന് രാത്രി ആമേൻ വായിച്ച തിരുവചനത്തിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രി ചില പാപികൾ മനം തിരിയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം അതേ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദയവായി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവർ ഷെയർ ചെയ്യുക. ആമേൻ മടി കാണിക്കരുത്. ആമേൻ യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. എന്തിനാ സൂര്യൻ? ഹല്ലേലൂയ. എന്തിനാ പരിചയം? ആമേൻ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും തരും. ഹല്ലേലൂയ. നേരുള്ളവരുടെ തലമുറ. ഹല്ലേലൂയ. ആമേൻ. നേരുള്ളവനോട് അവൻ ഒരു നല്ല കാര്യം എന്തിയില്ല, തടയുകയില്ല. ആമേൻ. നിന്നെ നേരായ വഴി നടത്തുവാൻ ഈ ലോകത്തിൽ 2021 വർഷങ്ങൾക്കപ്പുറം ജനിച്ച ഒരുവനെ ഞാൻ പരിചയപ്പെടുത്താം. അത് കർത്താവായ യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിലേക്കുള്ള പ്രവേശനം ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. ദൈവം ആരാണ് എന്ന് അറിയുന്നത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ ദൈവം ആരാണ് അറിയുന്നത് ആമേൻ എന്താ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാം. ഹല്ലേലൂയ. ദൈവം ആരാന്ന് അറിയണം ദൈവമക്കളെ. ഹല്ലേലൂയ. പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞാൽ പോരാ, അപ്പനും അമ്മയും അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞാൽ പോരാ. ജീവിതത്തിൽ ദൈവം ആരാണെന്ന് വ്യക്തിപരമായി രുചിച്ചറിയണം. ഹല്ലേലൂയ. ഭർത്താവ് ഒരു സുവിശേഷകനായതുകൊണ്ട്, ആമേൻ, ഭർത്താവ് ഒരു ആമേൻ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ലഭിക്കുന്ന നന്മ കൊണ്ടുവന്ന് തിന്ന് വീട്ടിലിരുന്ന പോരാ. ആമേൻ. ഭർത്താവ് ആമേൻ അതെ സുവിശേഷകനായാലും, ഭർത്താവ് ശുശ്രൂഷകനായാലും, ആമേൻ ഭർത്താവ് ഉദ്യോഗസ്ഥനായാലും, ആമേൻ വീട്ടിലിരിക്കുന്ന ഭാര്യമാർ അറിയണം ദൈവം ആരാണെന്ന്. ഹല്ലേലൂയ. മനസ്സിലായവർ കരമുയർത്തി സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ആമേൻ. ഭാര്യമാർ ആമേൻ അറിയണം ദൈവമാരാണ്. ഭർത്താക്കന്മാർ അറിയണം ദൈവമാരാണ്. തലമുറകൾ അറിയണം ദൈവമാരാണ്. ഹല്ലേലൂയ. പണം കൊണ്ട് അറിയാൻ ഒക്കത്തില്ല, പ്രതാപം കൊണ്ട് അറിയാൻ ഒക്കത്തില്ല, ഡിഗ്രി കൊണ്ട് അറിയാൻ ഒക്കത്തില്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ചില അനുഭവങ്ങൾ ദൈവം നൽകും. ഹല്ലേലൂയ. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഒരു ഭക്തൻ
പറഞ്ഞോ ആമേൻ വാക്ക. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളെ, ദൈവം ഉണ്ട് എന്ന് അറിയാമെങ്കിലും ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ എന്ത് ചെയ്യുന്നില്ല, ശ്രമിക്കുന്നില്ല. ഇന്ന് രാത്രി ദൈവം ആരെന്ന് അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് അറിയുന്നത് ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു. കണ്ടോ, ഓരോ ദിവസവും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയായി മാറുന്ന ഒരു അനുഭവം ദൈവത്തെ അറിയുന്നവരുമുണ്ടാകും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ ചുറ്റുപാട് നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ തലമുറയ്ക്ക് നീ ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. നിന്റെ ഭർത്താവിന് നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ ഭാര്യയ്ക്ക് നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം ആരാന്നറിയാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഒത്തിരി പോരായ്മകളുണ്ട്, ഒത്തിരി കുറവുകളുണ്ട്. കാരണം ദൈവം ആരാണെന്ന് അറിയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് തന്റെ തലയാണെന്നുള്ളൊരു അറിവുണ്ടാവും. ഹല്ലേലൂയ. ഭർത്താവ് അറിയാതെ ഒരു ബിസിനസ്സും ഒരു പരിപാടിയും ആ സ്ത്രീ ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ആമേൻ അതെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ ദൈവം ഒരുക്കിയ വ്യവസ്ഥ ആമേൻ പ്രകാരം ആമേൻ ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബമായി ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളി, ഒരു ഭാര്യ ദൈവത്തെ അറിയുന്ന ഒരു ദൈവമൈതലാണെങ്കിൽ തന്റെ ഭർത്താവ് തന്റെ തലയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. തന്റെ ഭർത്താവിന്റെ തല ക്രിസ്തുവാണ്. ആമേൻ. ക്രിസ്തുവിന്റെ തല ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഒരു അറിവ് ഒരു വീട്ടിലായിരിക്കുന്ന ജീവിത പങ്കാളിയുടെ ഭാര്യയുടെ അറിവ് ഹല്ലേലൂയ ആമേൻ അതെ ശരിയായ വിധത്തിലല്ലെങ്കിൽ ഹല്ലേലൂയ കുടുംബത്തിനകം ആമേൻ വളരെ കൈപ്പേറിയ അനുഭവമായിരിക്കും. ആമേൻ. അതെ ഭർത്താവ് ഒന്ന് പറയുമ്പോ ഭാര്യ രണ്ട് പറയും. ആമേൻ. അവർക്കുണ്ടാകുന്ന മക്കൾ തറുതല പറയുന്നവരായിരിക്കും. അവരുടെ കുടുംബം നരകതുല്യമായിരിക്കും. ഇന്ന് രാത്രി ദൈവം ആരെന്നറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച സഹോദരിമാരെ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ദൈവം ആരെന്നറിഞ്ഞ് ആമേൻ ജീവിക്കുന്ന ഭർത്താക്കന്മാർ തന്റെ ഭാര്യയെ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും. ഹല്ലേലൂയ. ആമേൻ. അതെ യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അവന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാ. ഹല്ലേലൂയ. ഇന്ന് അനേകരെ വീട്ടില് ആമേൻ അകത്ത് ചൊറുങ്ങണം പോലെയാ. ആമേൻ. എന്നും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, എന്നും പ്രശ്നമാ. ഹല്ലേലൂയ. ആമേൻ. പിന്നെ കോടതിയിലെത്തി അവിടെ തീർക്കാൻ പറ്റാതെ വരുമ്പോ പിന്നെ ആമേൻ അതെ വെട്ടിക്കൊല്ലലായി, സ്വയം ചാകലായി, പിന്നെ ആമേൻ ഇങ്ങനെ പോകുന്നു ലോകം. എന്നാൽ അങ്ങനെ ലോകക്കാരെ പോലെ ഒതുങ്ങി തീരുവാനല്ല ദൈവം അവിടുത്തെ രക്തം തന്റെ പുത്രന്റെ രക്തം കൊടുത്ത് ആമേൻ വിലയ്ക്ക് വാങ്ങി ഈ ഭൂമിയിൽ കുടുംബം എന്ന വ്യവസ്ഥയിൽ ആക്കി വെച്ചിരിക്കുന്നത്. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. അതുകൊണ്ട് ക്രിസ്തുവില്ലാത്ത ജീവിതമാണ് നിന്റെ ജീവിതമെങ്കിൽ, ദൈവമില്ലാത്ത ജീവിതമാണ് നിന്റെ ജീവിതമെങ്കിൽ നിന്റെ കുടുംബം തകർന്നു പോകുവാൻ, നിന്റെ തലമുറ തകർന്നു പോകുവാൻ സാധ്യതയുള്ള ലോകത്ത് നീ ആയിരിക്കുന്നത് ഇന്ന് രാത്രി ദൈവം ആരെന്ന് അറിയുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ജനിച്ചത് ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാനാണ്. ഹല്ലേലൂയ. അവനുമായുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്തുവാൻ ഈ അറിവ് ഉപയോഗിക്കുമ്പോൾ ആമേൻ വ്യത്യാസം കൂടുതലായി വലുതായി തീരുന്നു. ആമേൻ. അതെ ജനിച്ച് പഠിച്ച് വളർന്ന് വിവാഹം കഴിഞ്ഞ് ഒരു ഭാര്യയായി, അമ്മയായി, ഉത്തമ്മയായി, ആമേൻ ഭർത്താവായി, അപ്പനായി, വല്യപ്പനായി, ഹല്ലേലൂയ മുത്തച്ഛനായി ഈ ഭൂമിയിൽ ആമേൻ അതെ മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് ഹല്ലേലൂയ ജീവിതം കൊണ്ട് അനേകർക്ക് അതെ കൂടപ്പറപ്പിന് തലമുറകൾക്ക് ജീവിത പങ്കാളിക്ക് അനുഗ്രഹമായി എല്ലാത്തിനേക്കാൾ ഉപരി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്വഭാവം ഹല്ലേലൂയ അതെ എന്താണെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ അതെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് മനസ്സിലാക്കി അവൻ ജീവിക്കുവാൻ തയ്യാറാകണം. ദൈവം ആരാണെന്ന് വിശുദ്ധ ആമേൻ ഗ്രന്ഥം സത്യവേദ പുസ്തകം അതെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ ദൈവവചനം വായിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവവചനം വായിക്കാൻ അറിയാത്തവർ കേൾക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അത് കേൾക്കുകയും വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വഭാവത്തിന് വ്യത്യാസം വരുത്താൻ സാധിക്കുന്നത്.
ഹല്ലേലൂയ. ഈ ലോകത്തിലെ പണം കൊണ്ടോ, ഈ ലോകത്തിലെ പ്രതാപം കൊണ്ടോ, ഈ ലോകത്തിലെ ഡിഗ്രി കൊണ്ടോ സ്വഭാവം നന്നാകത്തില്ല. അങ്ങനെ നന്നാകുമായിരുന്നെങ്കിൽ ലോകമെന്നേ നന്നായേനെ. ഹല്ലേലൂയ. ആമേൻ. അതെ, പ്രാരംഭ തിരുവെഴുത്ത് ആമേൻ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. അതെ, സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെ മനസ്സിലാക്കിയ വസ്തുത താൻ തുറന്നെഴുതി ആത്മാവിൽ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം സൂര്യനും പരിചയവും ആമേൻ കൃപയും മഹത്വവും നൽകുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എല്ലാം നഗ്നമായി അതെ വെളിപ്പെട്ടു വരത്തക്ക വിധത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം ഹല്ലേലൂയ ആമേൻ ഒരു ശത്രു നിന്നെ തകർക്കുവാൻ തക്കവണ്ണം പ്രബലനായി വെളിപ്പെടുമ്പോ നിന്റെ മുമ്പിൽ പരിചയമായി വെളിപ്പെടുന്ന ദൈവം അവൻ കൃപയുള്ളവനാണ്, അവൻ മഹത്വമുള്ളവനാണ്, അവൻ കൃപയും മഹത്വവും നൽകുന്നവനാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വെളിച്ചവും ദിശയും നൽകുന്ന ആമേൻ സൂര്യൻ. ഹല്ലേലൂയ. അതെ, സൂര്യനാണ് നമുക്ക് വെളിച്ചം നൽകുന്നത്. ഹല്ലേലൂയ. ദിശ ഹല്ലേലൂയ എങ്ങോട്ട് പോകണമെന്ന് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയണമെങ്കിൽ സൂര്യൻ വേണം. ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും നമുക്ക് വെളിച്ചവും ദിശയും ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല അതേ വ്യക്തി ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് മാർഗനിർദ്ദേശം നൽകി തരുവാൻ, നമുക്ക് വ്യക്തമായ ആലോചന പറഞ്ഞു തരുവാൻ ഹല്ലേലൂയ ശക്തനായ ഒരുവനെയുള്ളൂ. അത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമതായി തിന്മയിൽ നിന്നും ആമേൻ അതെ നന്മയും ആമേൻ അവനുമായുള്ള നമ്മുടെ ബന്ധത്തെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എന്തിനേയും ഹല്ലേലൂയ ആമേൻ സംരക്ഷിക്കുന്നതിനുള്ള ഹല്ലേലൂയ അതെ ഒരു പരിധിയായി അവിടുന്ന് വെളിപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെയും നമ്മയും അകറ്റിക്കളയുവാൻ തക്കവണ്ണം നുഴഞ്ഞു കയറി വരുന്ന ദുഷ്ടന്റെ ആ പദ്ധതിക്കകത്ത് നിന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ ഹല്ലേലൂയ നമ്മളെ ആമേൻ രക്ഷിക്കുവാൻ പരിചയമായി വെളിപ്പെടുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അവസാനമായി അവിടുന്ന് നമുക്ക് കൃപയും മഹത്വവും നൽകുന്നു. ഹല്ലേലൂയ. അവിടുന്ന് നമുക്ക് ആ നിയോഗിച്ച ദൗത്യം നിറവേറ്റുവാനുള്ള കൃപയും അതെ നമ്മുടെ ദൈവത്തെ ഹല്ലേലൂയ അതെ ആരാധിച്ച് അതിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നവരുമാണ് ഹല്ലേലൂയ ദൈവം. ഈ ദൈവം ആരെന്ന് അറിയാതെ പോകരുത്. ഈ ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്. ഹല്ലേലൂയ. 84 സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യത്തിൽ ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ ജീവിത യാത്രയിൽ അവന്റെ പാതയിൽ വെളിച്ചവും അതെ ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവും ഹല്ലേലൂയ നൽകി ആമേൻ അതെ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം ആരെന്ന് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അവൻ യാത്രയ്ക്ക് ആവശ്യമായതെല്ലാം അവൻ നൽകുകയാണ്. നമുക്ക് വേണ്ടുന്നത് എന്താണ്? വെളിച്ചം വേണം, പ്രൊട്ടക്ഷൻ വേണം, കൃപ വേണം. ഹല്ലേലൂയ. ഈ വെളിച്ചമായ ആമേൻ ഈ പ്രൊട്ടക്ഷനായ ആമേൻ ഈ കൃപ നൽകുന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ലൈബ്രറിനെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവന്റെ നിറവിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുകയാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുകയാ. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ദൈവ പൈതലേ, നമുക്ക് അവൻ മൂലം ഹല്ലേലൂയ ദൈവത്തിലേക്ക് എത്തിയിരിക്കുക, പ്രവേശനം ലഭിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് ഹല്ലേലൂയ നാം ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷയിൽ ആമേൻ അതെ പ്രത്യാശിക്കുന്ന ആമേൻ പ്രത്യാശയിൽ പ്രശംസിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ആമേൻ അതെ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ആ ദൈവ കൃപ നിമിത്തം ആമേൻ ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും എന്ത് ചെയ്യാണ്? സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കൃപയില്ലെങ്കിൽ നിൽക്കാനൊക്കത്തില്ല, അഭിഷേകം ഇല്ലെങ്കിൽ നിൽക്കാനൊക്കത്തില്ല. ഇത് തിരിച്ചറിഞ്ഞ ഏലീശ ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ ഇവിടുന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് നിന്റെ പേരുള്ള ആത്മാവിന്റെ ഇരട്ടി അഭിഷേകം എനിക്ക് ആവശ്യമാണ്. കാരണം ഇന്നലകളിൽ നിന്റെ കൂടെ ഞാൻ ആയിരുന്ന
കഴിഞ്ഞപ്പോൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എനിക്കറിയാം. ഇതിലും വലിയ പ്രശ്നങ്ങൾ വരുമ്പോ ഞാൻ കുഴഞ്ഞു പോകാതിരിക്കേണ്ടതിന്, ഞാൻ തകർന്നു പോകാതിരിക്കേണ്ടതിന്, ആമേൻ, നിന്റെ കാലശേഷം ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോ എനിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എന്റെ കഴിവ് കൊണ്ട് പറ്റത്തില്ല, എന്റെ പണം കൊണ്ട് പറ്റത്തില്ല, എന്റെ പ്രതാപം കൊണ്ട് പറ്റത്തില്ല. ആമേൻ, നിന്റെ പേരുള്ള ആത്മാവിന്റെ ഇരട്ടി അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയത്തെക്കാൾ അധികം വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോ എനിക്ക് മുൻപോട്ട് പോകുവാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ആമേൻ ഉയരത്തിലെ കൃപയ്ക്കായി, ഉയരത്തിലെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കും, അതിനായിട്ട് യാചിക്കും. ഹല്ലേലൂയ. പണത്തെക്കാൾ ഉപരി, പ്രതാപത്തെക്കാൾ ഉപരി, ആമേൻ പ്രശംസയേക്കാൾ ഉപരി, സ്ഥാനമാനങ്ങളെക്കാൾ ഉപരി ആമേൻ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. എങ്കിലും ഞാനാകുന്നത് ദൈവ കൃപയാലാകുന്നു. പലരും പറയാറുണ്ട്, എന്റെ അപ്പനപ്പൂപ്പന്മാർ സമ്പാദിച്ചിട്ട സ്വത്തിന്റെ വലിപ്പം ഒന്നുമല്ലേ. ഹല്ലേലൂയ. അങ്ങനെ അഹങ്കരിച്ചവരും അങ്ങനെ പറഞ്ഞവരും എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാ ഇന്ന് രാത്രി. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. ആമേൻ. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ദൈവമക്കളെ, ദൈവകൃപയുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ, ദൈവകൃപയുണ്ടെങ്കിലേ ഉപവസിക്കാനൊക്കത്തുള്ളൂ, ദൈവകൃപയുണ്ടെങ്കിലേ ആമേൻ വചനം വായിക്കാനൊക്കത്തുള്ളൂ, വചനം ഗ്രഹിക്കാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാരെക്കാട്ടിലും അധികം ഞാൻ അധ്വാനിച്ചു. എന്തിനു വേണ്ടിയാ? ലോകത്തിൽ മണിസൗധങ്ങൾ കെട്ടിപ്പടുത്തുയർത്താനല്ല, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാനല്ല, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്നതിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി. കരയുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ മടി കാണിക്കുന്നവരുണ്ട്, ഒരു വചനം പ്രസംഗിക്കാൻ പറഞ്ഞാൽ മടി കാണിക്കുന്നവരുണ്ട്, ആമേൻ ഒരു ട്രാക്ട് കൊടുക്കാൻ പറഞ്ഞാൽ മടി കാണിക്കുന്നവരുണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ മടി കാണിക്കുന്നവരുണ്ട്. എന്താ കാര്യമെന്ന് അറിയാമോ? ദൈവം ആരാന്നറിയത്തില്ല. ആമേൻ. അതെ, ലോകത്തിൽ ജനിച്ചു എന്നല്ലാതെ ലോക രക്ഷകനായ യേശു ക്രിസ്തുവിനെ അറിയില്ല. ആമേൻ. അറിയേണ്ടതുപോലെ അറിയുവാൻ ശ്രമിക്കുന്നില്ല. ആമേൻ. അനേകരുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലത്തിനകത്ത് നിന്ന് അങ്ങനെയുള്ളവരെ വിടുവിച്ചെടുക്കുവാൻ അബ്രഹാമിനെ ദൈവം ആക്കി വെച്ചത് അബ്രഹാം തിരിച്ചറിഞ്ഞു. അബ്രഹാമിന്റെ സഹോദര പുത്രനായ ലോത്ത് സോദോമിന് വർഷം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്ത് പോയി താമസിച്ച് തകർന്നു പോകുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ആമേൻ ആ കാലഘട്ടങ്ങളിൽ അതെ സോദോമിന്റെ പാപം വലുതാകയാൽ സോദോമിനെ നശിപ്പിച്ചു കളയുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ അതേ കൃപ ലഭിച്ച അബ്രഹാം തന്റെ സഹോദരങ്ങളെ വിളിച്ച് എന്ത് കഴിച്ചു? ഇന്ന് ചിക്കനായിരുന്നോ, മട്ടനായിരുന്നോ? അവര് വിളിച്ചോ എന്ന് ക്ഷേമം തിരക്കി വെക്കുകയായിരുന്നില്ല. ആമേൻ. ദൂതനുമായിട്ടുള്ള സംസാരം. ആമേൻ. അബ്രഹാമിന്റെ അടുത്ത് ദൈവം ദൂതനെ അയക്കുമായിരുന്നു. ഹല്ലേലൂയ. കൃപയുള്ള ദൈവമക്കളെ, ആമേൻ, നിന്റെ സഹോദര വർഗങ്ങൾ ആശ്ചര്യത്തിൽപ്പെട്ട് തകരുന്നതിന് മുമ്പ്, മാരക രോഗത്തിൽപ്പെട്ട് തകരുന്നതിന് മുമ്പ്, ആമേൻ, ദൈവത്തിന്റെ സ്നേഹിതനായി അവൻ ദൈവം കണ്ടിരിക്കുന്ന അബ്രഹാമിനോട് അതെ അകന്ന ബന്ധുവായിരിക്കുന്ന അല്ല കൂട്ടത്തിൽ പറഞ്ഞ അതെ ആമേൻ സഹോദരന്റെ മകനും കുടുംബവും താമസിക്കുന്നത് ശരിയല്ല. അവര് തകരാൻ പോകുക, തകർക്കാൻ പോകുക എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി കേട്ടോ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ ഒരു അഭിഷേകമുള്ളവനാണോ? നീ ദൈവത്തെ അറിയുന്നവനാണോ? നീ ദൈവ കൃപ പ്രാപിച്ചവനാണോ? നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ നാട്ടിൽ അനേകര് നശിക്കുന്നതിന് മുമ്പ് ദൈവം നിനക്ക് അത് വെളിപ്പെടുത്തി തരുമ്പോ ഇടിവിൽ നിന്ന് കരയുവാൻ തയ്യാറായ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ സമർപ്പണത്തിലൂടെ ഒരു പാപി മനം തിരിയുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിൽ സന്തോഷിക്കുവാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നിന്നോട് കണക്ക് ചോദിക്കുമ്പോ നീ ലജ്ജിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നീ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ വേലയിൽ, ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലേ, നീ പ്രാർത്ഥിക്കുന്നതോറും ശത്രു പ്രബലപ്പെട്ട് പ്രതിയോഗിയായി നിനക്കെതിരെ എഴുന്നേറ്റ് നിന്നെ രോഗിയാക്കി കിടത്തുവാൻ, നിന്റെ ആമേൻ പ്രവർത്തന മേഖലയെ ഇല്ലാതാക്കുവാൻ, നിന്റെ ആരോഗ്യത്തെ തകർക്കുവാൻ പ്രബലപ്പെട്ടു വരുമ്പോ ആമേൻ നിന്നെ അവിടുത്തെ കൃപയാൽ നിറച്ച് ശക്തീകരിക്കുന്ന ദൈവം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ കർത്തൃവേലയിൽ ശക്തനായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ ശരീരത്തിൽ ആമേൻ അവന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ മറികടക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രിയമുള്ളവരെ, ആമേൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിൽ ആമേൻ അതെ ആശ്രയിച്ച് ചുവട് വെക്കുന്ന സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ
ആമേൻ മുമ്പിലുള്ളത് ആമേൻ അതെ കൊണ്ട് പിമ്പിലുള്ളതിനെ മറന്ന് ഹല്ലേലൂയ ആമേൻ ഓടുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ ക്ഷീണിച്ച് തളർന്നു വീഴുവാൻ ഇടയാകാതെ ഉയരത്തിലെ ശക്തിയും ഉയരത്തിലെ കൃപയും ആമേൻ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി കൂടെയുണ്ട്. നീ ക്ഷീണിച്ചു പോകുവാൻ, നീ തകർന്നു പോകുവാൻ, പ്രവർത്തന മേഖലയിൽ, ശുശ്രൂഷ മേഖലയിൽ, ജോലി മേഖലയിൽ, കുടുംബ പശ്ചാത്തലത്ത് നീ തകർന്നു പോകുവാൻ ശത്രു കൊണ്ടുവരുന്ന പ്രതിബദ്ധതയുടെ നടുവിൽ നീ തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല. ഭൂമിയോട് നിലവിളിച്ച ഭക്തന്റെ നിലവിളിക്ക് മറുപടി കൊടുത്ത് മുമ്പോട്ട് നയിച്ച സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിന്നെ ശക്തീകരിക്കും, നിന്നെ ബലപ്പെടുത്തും. ആമേൻ. നിന്റെ മുമ്പിൽ അടയപ്പെട്ട് കിടക്കുന്ന ഡോറുകൾ ഓപ്പണാക്കി ശത്രുക്കളുടെ മുമ്പാകെ വേഷയൊരുക്കി നിന്നെ മാനിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വേല ചെയ്യുവാൻ അത് കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ നീ അനുഗമിക്കേണ്ടത് കർത്താവിനെ ആയിരിക്കണം, പിതാവായ ദൈവത്തെ ആയിരിക്കണം, അത് പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ആയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി മാനിക്കുന്നല്ല പറഞ്ഞത്, ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് മാനിക്കുന്നല്ല, പൊന്നാടയിടുന്നല്ല, ആമേൻ, ബൊക്ക തരുന്നല്ല. ഇന്ന് അനേകരുടെ ആദരവിന് വേണ്ടി, അനേകരുടെ ബൊക്കയ്ക്ക് വേണ്ടി, ആമേൻ, അനേകരുടെ പ്രസാദത്തിന് വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്നവരുണ്ട്. ആമേൻ. എന്തിനും ഏതിനും ആമേൻ അതെ ആമേൻ അതെ ദൈവവചനത്തെ വളച്ചുടയ്ക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു ലോക്കലിന്റെ, ഒരു പ്രസ്ഥാനത്തിന്റെ, ആമേൻ, ഒരു നേതാവിന്റെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടല്ല, മാന്യതയ്ക്ക് വേണ്ടിയല്ല, ആദരവിന് വേണ്ടിയല്ല. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്റെ ക്രൂശെഡ് തന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഇന്ന് രാത്രി ആമേൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, അതെ നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി കാൽവറിയിൽ യാഗമായി തീർന്ന ക്രിസ്തു നിന്നെ വിലയ്ക്ക് വാങ്ങി ഒരു ദൈവവൈദ്യനാക്കി മാറ്റി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ആമേൻ പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ സ്വർഗം നിന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ആമേൻ നീ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാൻ അത് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. ഒരു സുവിശേഷം പറയുന്ന വ്യക്തിയാണോ, ഒരു ട്രാക്ട് കൊടുക്കുന്ന വ്യക്തിയാണോ, ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, ആരാധിക്കുന്ന വ്യക്തിയാണോ, ആമേൻ ശുശ്രൂഷയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഈ ലോകത്തിൽ ആമേൻ മരിച്ചു പോകുന്ന ഒരു വ്യക്തി അനുഗമിക്കാനല്ല പറഞ്ഞത്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഇസത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ആമേൻ ഒരു ആമേൻ പ്രസ്ഥാനത്തെ അനുഗമിക്കുവാനല്ല പറഞ്ഞത്. ആമേൻ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളിൽ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥനാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാനാണ് പറഞ്ഞത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അപ്പോൾ നാം ശുശ്രൂഷ ചെയ്യേണ്ടത് ആരെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. ആമേൻ. ഇവിടെ എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവം പറയാനുണ്ട്, അതൊന്നും പറഞ്ഞിപ്പോ സമയം പോക്കുന്നില്ല. ആമേൻ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട് കെട്ടരുതെന്ന് വചനം പറയുമ്പോ ആമേൻ ശുശ്രൂഷയുള്ളവനെ മുമ്പോട്ട് വിടാതെ ഒതുക്കുന്ന ലോകത്ത് ആമേൻ കർത്താവ് പറയുകയാണ്, ആമേൻ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ഹല്ലേലൂയ. ആമേൻ. നന്മ പ്രവർത്തിക്കുന്ന ഏവനും, നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യാത്തവൻ യേശു അവൻ ആരിലും വലിയവനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നീ ശുശ്രൂഷിക്കുന്ന യേശു, നീ പ്രസംഗിക്കുന്ന യേശു, ഹല്ലേലൂയ, നീ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന യേശു, ഹല്ലേലൂയ, ആമേൻ, അത് നന്മ പ്രവർത്തിക്കുന്നവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. അതിനെ തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. മഹത്വവും മാനവും പുകഴ്ചയും എല്ലാം വരുന്നത് അവിടുന്നാണ്. ഹല്ലേലൂയ. ആമേൻ. നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു. ഹല്ലേലൂയ. നാം ആരുടെ മക്കളായി മാറിയത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവ മക്കളാകുവാൻ അധികാരമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ ആമേ റെപ്രസെന്റേറ്റീവ് ആയിട്ടല്ല നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ആമേ കെരീത്ത് തൊട്ടിലിരുന്ന ഏലിയാവിനെ, തിസ്പയിൽ നിന്നും തിസ്പനായ ഏലിയാവിനെ ആമേൻ വിളിച്ചാക്കിയത് സ്വർഗമാ. അവനെ പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ
ദൈവമക്കളെ, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ലോക്കലിന്റെ അത് റിപ്പോർട്ട് കൊടുത്ത് സപ്പോർട്ട് വാങ്ങുന്ന പരിപാടിയല്ല തമ്പുരാൻ ഒരുക്കിയത്. തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി നീതിയും രാജ്യവും അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ആവശ്യമായതെല്ലാം നൽകുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് നാം മക്കൾ എങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ കർത്താവ് നൽകുന്ന കഷ്ടത അനുഭവിക്കുവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ കഷ്ടം സഹിച്ച് അതേ ജയാളിയാകുന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ, ഉയരങ്ങളിലേക്ക് കരയേറിപ്പോയതുപോലെ ക്രിസ്തു അനുവദിക്കുന്ന കഷ്ടത പിറുവിറുപ്പ് കൂടാതെ അനുഭവിക്കുവാൻ തയ്യാറായാൽ അതിനകത്ത് ഒരു നന്മ അനുഭവിക്കുവാൻ ഇടയായി തീരും. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവടുത്തിരിക്കുകയാ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഹല്ലേലൂയ. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു എത്ര പേരുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള ആ രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും എന്ത് ചെയ്യാണ്? സഹിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷ നിമിത്തം കഷ്ടം സഹിക്കുന്നവർ, ഹല്ലേലൂയ, ആമേൻ, ചിലരെ നേടേണ്ടതിന് ഈ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കേണ്ടതിന് ആമേൻ അല്പം കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ, വേദന അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ, ഒറ്റപ്പെടുന്നതായി തോന്നുന്നുവെങ്കിൽ അത് വ്യർത്ഥമാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. സകലത്തിനും ലാക്കും, ആമേൻ, സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ട അനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നതും യുക്തം ആയിരുന്നു. ഹല്ലേലൂയ. അത് യുക്തമായത് ഹല്ലേലൂയ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വലിയേറിയതും ആമേൻ വിലയേറിയതും എന്നും ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ തന്നെ ഇടവരും. ദൈവമക്കളെ, ഇന്നത്തെ കഷ്ടത, ഇന്നത്തെ വേദന, ഇന്നത്തെ ഉറക്കളപ്പ്, ഇന്നത്തെ പൈതാകം, ഹല്ലേലൂയ, ഇതൊക്കെ അല്പം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഒരു പിതാവെന്ന നിലയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ആമേൻ നൽകുന്നതിന് മാത്രമാണ് ആമേൻ അവൻ ശ്രദ്ധിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പിതാവെന്ന നിലയിൽ, ഓ കർത്താവ്, ആമേൻ, നമ്മുടെ ആമേൻ പിതാവെന്ന നിലയിൽ, ആമേൻ, അതേ സർവശക്തനായ ദൈവം അതേ നമ്മളുടെ ആമേൻ ജീവിതത്തിൽ വരേണ്ടതിന് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ആമേൻ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. എല്ലാ നല്ല ദാനവും, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ നമുക്ക് വേണ്ടി എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള അച്ഛാദാനമോ ഇല്ല. ഹല്ലേലൂയ. ദൈവിക ദാനങ്ങൾ എപ്പോഴും നല്ലതും അതിൽ തന്നെ പൂർണ്ണവുമായിരിക്കും. ഹല്ലേലൂയ. അതെ, പാപത്താൽ അതിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കപ്പെടുകയില്ല. ആമേൻ. പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആമേൻ. മനുഷ്യൻ ദൈവിക ദാനങ്ങളെ ആമേൻ പാപപ്രവൃത്തിക്ക് മുഖാന്തരമാക്കുന്നുവെങ്കിൽ അതിനെ ദൈവം ഒരിക്കലും ഉത്തരവാദിയല്ല. ആമേൻ. ഹല്ലേലൂയ. വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വെളിച്ചത്തിന്റെ സിട്ടാവും ദാതാവും ആയ ദൈവം, ഹല്ലേലൂയ, അതേ ഭൗതികമായ വെളിച്ചവും ആത്മീയമായ വെളിച്ചവും നൽകുന്നുണ്ട്. ഹല്ലേലൂയ. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അങ്ങനെയെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടുന്നതോ നിന്റെ ഭൗതിക ജീവിതത്തിന് വേണ്ടുന്നതോ നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതെ, 14-ന്റെ
ആമേൻ 14 മുതൽ 16 വരെ, 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പകലും രാവും തമ്മിൽ വേർപിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. ഹല്ലേലൂയ. ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും, ഈ രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമൈതലേ, നിന്റെ ആത്മീയ ജീവിതത്തിന് വെളിച്ചം നൽകുവാൻ ദൈവപുത്രനായി ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. നിന്റെ ആത്മീയ കാര്യങ്ങൾക്കും നിന്റെ ഭൗതിക കാര്യങ്ങൾക്കും ഉത്തരവാദിത്വമുള്ളവനാ ദൈവം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവ പൈതലേ, നിന്റെ നന്മയെ മുടക്കുന്നവനല്ല ദൈവം. നന്മയെ മുടക്കുന്നത് പിശാചാണ്. ഹല്ലേലൂയ. പിശാചിന്റെ ഏജന്റായി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം കൊടുക്കുന്ന നന്മയെ മുടക്കാൻ വേണ്ടി നോക്കുന്നവർ, ഹല്ലേലൂയ, ആമേൻ, നടക്കത്തില്ല. ആമേൻ. യേശു ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ അതിനെ തുറക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം അധികാരം നൽകിയ ഒരു കൂട്ടരുണ്ട്, അതാ ദൈവമക്കൾ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആ തിരിച്ചറിവുള്ളവർ, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കപ്പെടുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഇരുളിലും ആ മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന്, ഹല്ലേലൂയ, ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്നും ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അവനെ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ഹല്ലേലൂയ. ആമേൻ. ന്യായവിധി എന്നതോ, ആമേൻ, അത് വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ആമേൻ. ലോക രക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ആ യേശുവിനെ കുറിച്ച് ലോകത്തിന് സാക്ഷ്യം പറയുവാൻ ഒരുവനെ ദൈവമാക്കി. ഹല്ലേലൂയ. അവന്റെ പേരത്രേ യോഹന്നാൻ. ഹല്ലേലൂയ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിതു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അധികം നാള് ആമേൻ ആ യോഹന്നാന് ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ ദൈവം അവസരം കൊടുത്തില്ല. എന്നാൽ അവൻ ജീവിച്ചിരുന്നപ്പോൾ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, നീ മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, നിന്റെ ശിഷ്ടായുസ് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കപ്പെടുമോ? യേശുവിലൂടെ മാത്രമേ പിതാവായ ദൈവമാരെന്ന് അറിയുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തെ അറിയാത്ത കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കാതെ, അവർക്കുണ്ടാകുന്ന മക്കൾ അപ്പനമ്മമാരെ ബഹുമാനിക്കാതെ, സമൂഹത്തിൽ തലവേദനയായി കൊള്ളരുതാത്തവരായി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ കുടുംബമെന്ന വ്യവസ്ഥ സ്ഥാപിച്ച സ്വർഗത്തിലെ വലിയവനായ ദൈവം ഭൂമിയിലെ സ്വർഗമായ ഭവനം, ഹല്ലേലൂയ, അതിൻ്റെതായ നിലയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ദൈവം ആരാണ് അറിഞ്ഞ് ജീവിക്കണം. ഹല്ലേലൂയ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചത് ദൈവം. യേശു ക്രിസ്തുവിന്റെ ആ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നു? പ്രകാശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് ദൈവമാരെന്ന് അറിയാതെ നടന്ന സമയത്ത്, ഓ കർത്താവ്, ആമേൻ, ദൈവം ആരാണെന്ന് അറിയുവാനുള്ള അവസരം നൽകിയപ്പോ അതിനെ തട്ടിക്കളയാതെ അത് സ്വീകരിക്കുവാൻ തയ്യാറായ ഒറ്റ കാരണങ്ങൾ കൊണ്ട് ഇന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആമേൻ മദ്യത്തിനും മയക്കുമരുന്നിനും ആമേൻ ലോകത്തിൻ്റെതായ മോഹങ്ങൾക്കും സമയം ചെലവഴിച്ചോടിയ അനേകര് ആമേൻ അതിനെല്ലാം മാറി സമാധാനത്തോടെ സന്തോഷത്തോടെ ഭാര്യ ഭർത്താക്കന്മാരായി, മക്കളായി, കൊച്ചുമക്കളായി ആമേൻ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നതിന്റെ ഏക കാരണം ദൈവം ആരാന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ഹല്ലേലൂയ. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല
വരികയല്ല, അനുദപിപ്പാൻ ഹല്ലേലൂയ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. അത് ഇസ്രായേലിന്റെ മഹത്വമായവൻ ബോഷ്ക് പറയുകയില്ല, അനുദപിക്കുകയുമില്ല. അനുദപിപ്പാൻ അവൻ മനുഷ്യനുമല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമല്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടും ഉണ്ടാകും. ആമേൻ. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടു പോകുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. ആമേൻ. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനിന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ഇന്ന് കാണുന്ന ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും. പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാ. മാരക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, മനുഷ്യന് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത നിലവാരത്തിൽ ലോകത്തിന്റെ അവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ദൈവമാരെന്നറിയുവാൻ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായും ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം അത് നിത്യനും പൂർണ്ണതയുമുള്ളവനാണ്. ആമേൻ. തന്റെ പ്രകൃതത്തോട് ഒന്നും കൂട്ടുവാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കുവാനോ ഇല്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള സ്വഭാവമാണ് നാം ആമേൻ ആ സ്വഭാവത്തിന് അനുരൂപമായി ജീവിക്കണമെന്നാണ് ആമേൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതേ സൂര്യനും ആമേൻ പരിചയം അതേ സഹസഹോദരങ്ങൾക്ക് ദാതാവുമായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ സൂര്യൻ മറ്റുള്ളവർക്ക് അതേ പ്രകാശം കൊടുക്കുന്നത് പോലെ, പരിച മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത് പോലെ നാം ഈ ഭൂമിയിൽ അനേകർക്ക് വെളിച്ചമായി. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലിഹ പറഞ്ഞത്, അന്ധകാരത്തിൽ കിടന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിപ്പിക്കുവാൻ നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുക. സഹോദര സഹോദരി, ഭാര്യ, ഭർത്താവെ, കുഞ്ഞെ, നീ ഇരണ്ട ആമേൻ അത് ഇരുളിന്റെ അനുഭവത്തിലാകരുത്. നീ പ്രകാശിക്കണം. ഹല്ലേലൂയ. നീ പ്രകാശിക്കണം. ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ പാടണം, നീ പ്രസംഗിക്കണം. ആമേൻ. നീ ശുശ്രൂഷിക്കണം, നീ പ്രാർത്ഥിക്കണം, നീ ഉപവസിക്കണം, നീ കരയണം. ഹല്ലേലൂയ. അലസന്മാരെ, മടിയന്മാരെ ദൈവത്തിന് വേണ്ട. ഹല്ലേലൂയ. ആമേൻ. അലസന്മാരെ കൊണ്ട് ആമേൻ ലോകം ആമേൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒന്നിനും കൊള്ളാത്തവനായിട്ട് ആരെയും ദൈവം ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. ഹല്ലേലൂയ. കർത്താവേ, എന്നെ സഹായിക്കണമേ. ദാവീദ് പുത്ര, കണ്ണ് കാണാത്ത ബർത്തോബായിക്ക് അതേ നിലവിളിക്കുവാൻ എന്താ അവന് കാണണമെന്ന് ആഗ്രഹമുണ്ടായി. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചിരിക്കുവാൻ കാക്ഷിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ആമേൻ. എനിക്ക് നിത്യതയ്ക്ക് വേണ്ടി ആമേൻ അനേകരെ നേടണം. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെല്ലുമ്പോ എനിക്ക് പ്രതിഫലം വാങ്ങിക്കണം. ലജ്ജിച്ചു പോകാതിരിക്കുവാൻ ഇനിയും ശിഷ്ടായുസ്സ് സമയം നഷ്ടമാക്കാതെ കർത്താവിന്റെ വരവിന് മുമ്പ് ആമേൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കുഴിച്ചു മൂടാതെ. ഹല്ലേലൂയ. 2 കിട്ടിയവൻ 2 കൂടെ നേടിയതുപോലെ, 5 കിട്ടിയവൻ 5 കൂടെ നേടിയതുപോലെ ആമേൻ നേടുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള സ്വഭാവമാണ് ഹല്ലേലൂയ നാം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സൂര്യനും പരിചയവും ആമേൻ സഹോദരങ്ങൾക്ക് ആമേൻ അനുഗ്രഹമായി തീരുന്നത് പോലെ. ഹല്ലേലൂയ. പ്രിയരേ, ദൈവത്തിന്റെ സ്വഭാവം ഹല്ലേലൂയ അതെ അങ്ങനെ ജീവിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം നമ്മെ നയിക്കുവാനും ഹല്ലേലൂയ നമ്മെ മുമ്പോട്ട് നടത്തുവാനും അതേ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പകർന്നിട്ടുണ്ട്. യോഹന്നാൻ 16:13 ഇങ്ങനെ വായിക്കുന്നത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് അവനുമായി സഹകരിക്കാൻ ഹല്ലേലൂയ ദൈവവചനത്തിലൂടെ അവനുമായി കൂട്ടായ്മ നടത്തുവാനും കഴിയുമെങ്കിൽ ഹല്ലേലൂയ അനേകർക്ക് അത് കാണാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവൻ നമ്മിലൂടെ ആ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാനും ഇവിടെയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം കേട്ടവർ, സന്തോഷമുള്ളവർ, അക്കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം
ചെയ്താൽ ഹല്ലേലൂയ നമ്മളിലൂടെ ആമേൻ അത് നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന കൃപ നിമിത്തം ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ അകത്ത് പകർന്നിരിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച അവിടുത്തെ നല്ല വചനത്തിനായി സ്തോത്രം. അവിടുത്തെ സ്വഭാവത്തോട് അനുരൂപമായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ, അവിടുന്ന് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നല്ലോ കർത്താവേ. അവിടുത്തെ ആത്മാവിനോടും ഹല്ലേലൂയ അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനോടും അവിടുത്തെ ആമേൻ ആത്മാവിനോടും അവിടുത്തോടും ആമേൻ കൂട്ടായ്മയോടെ ഹല്ലേലൂയ അതേ സഹകരിച്ച് ആമേൻ അവിടുത്തെ ആ സ്വഭാവത്തോട് അനുരൂപമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി വചനം കേട്ട് സമർപ്പിക്കപ്പെടുന്നതിലൂടെ കർത്താവേ ഭൂമിയുടെ അറ്റത്തോളം അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറ് ആമേൻ. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആത്മാവിനെ പകർന്നുകൊണ്ട് ആമേൻ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാൻ കർത്താവെ ഉതകുന്ന ജീവന്റെ വചനം അനേകരിലൂടെ ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട് സമർപ്പിക്കുന്നവരെ അങ്ങ് ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് രോഗികളായി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പാപനിമിത്തമാണ് അവർ രോഗികളായിരിക്കുന്നതെങ്കിൽ പാപത്തെ ഉപേക്ഷിച്ച് അവർ സൗഖ്യം പ്രാപിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഇടയാകട്ടെ. അല്ല, നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരും നിദ്രകൊള്ളും ആമേൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം വീഞ്ഞ് ഭക്ഷിക്കുവാൻ. ആമേൻ കർത്താവിന്റെ മേശയിൽ നിന്ന് ആമേൻ ലാഘവത്തോടുകൂടെ അതിന് ഗൗരവം കൊടുക്കാതെ കഴിച്ചത് നിമിത്തം ആരെങ്കിലും ബലഹീനരും രോഗികളും കഴിയുന്നെങ്കിൽ അവർ അനുദപിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവെ ആ സൗഖ്യം ഏറ്റെടുത്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിനോട് കരുണ കാണിക്കണമേ, മനസ്സലിയണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമേൻ. ആരും രോഗികളായി ക്ഷീണിതരായി ദുഃഖിതരായി തീരുവാനിടയാകാതെ എല്ലാവരും സൗഖ്യം പ്രാപിച്ചു വിടുതൽ പ്രാപിച്ചു ദൈവപുത്രനായി ക്രിസ്തുവിനെ ഉയർത്തുവാൻ സ്വർഗമിടയാക്കണമേ കർത്താവെ. ശത്രുവായവൻ ആരെയെങ്കിലും ആമേൻ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, രോഗികളാക്കിയിരിക്കുന്നുവെങ്കിൽ, നന്മയെ തടഞ്ഞിരിക്കുന്നുവെങ്കിൽ, നന്മയെ അപകരിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി പാമ്പുകളെ തേടുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്മയെ അപകരിച്ചിരിക്കുന്ന, നന്മയെ തടഞ്ഞിരിക്കുന്ന ദുഷ്ടന്റെ പോരുകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് ജയപ്പെടുക. ദൈവപുത്രനായ യേശുവിന്റെ നാമം മഹിമപ്പെടുവാനിടയാകട്ടെ കർത്താവെ. അങ്ങയുടെ വരവിന് മുമ്പേ വിശ്വസ്തരായി അങ്ങയുടെ വേലയുടെ മുഖത്ത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരിലൂടെ ദൈവനാമ മഹത്വത്തിനായി വൻ കാര്യങ്ങൾ അങ്ങ് ചെയ്തെടുക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഇന്ന് രാത്രി സ്വർഗം അനുഗ്രഹിച്ചാട്ട് അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട് ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരിക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഇന്ന് രാത്രിയുടെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്കിലൂടെ ആമേൻ അനുദിനം നടക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുകയും ഷെയർ ചെയ്യുകയും കൂട്ടായ്മ കാണിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടാതെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ആമേൻ എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന ആരാധനയും വെള്ളിയാഴ്ച നടക്കുന്ന തത്സമയ പ്രാർത്ഥനയും അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി കൊണ്ടിരിക്കുന്നു. അതിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ അമർത്താത്തവർ ബെൽബട്ടൺ അമർത്തുക. ഞങ്ങളുടെ പുതിയ വീഡിയോ ആമേൻ ആമേൻ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആമേൻ. അത് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ആമേൻ ഇടയാകണം. ആമേൻ. അനേകരെ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് വിധേനയും അവരെ നേടുവാൻ തക്കവണ്ണം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
കൂടാതെ ആമേൻ അതെ ബൈബിൾ ക്ലാസുകൾ നടക്കുന്നുണ്ട്. ആമേൻ അതെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അനേകര് വളരെ അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം ഇത്രത്തോളം ധന്യമാക്കി തീർത്തല്ലോ. ആമേൻ കൂട്ടായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ട് വീണ്ടും കാണാം.